വ്യൂവേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്, നമ്മൾ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റാണ് എടുക്കേണ്ടത് അതാ ബസ്റ്റാണ് എടുക്കേണ്ടത്, അതാ രണ്ടും മാർക്ക് ചെയ്യണോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ഡൗട്ട് നമുക്കിന്ന് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ അതെന്താണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെസ്റ്റും ബസ്റ്റും ഒക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് തമ്മിൽ എന്തെങ്കിലും ഈ ഡിഫറൻസ് അറിയാൻ വയ്യായിക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെസ്റ്റും ബസ്റ്റും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ആവശ്യം വരത്തില്ല. എല്ലാവർക്കും ചെസ്റ്റും ബസ്റ്റും എടുക്കേണ്ടി വരത്തില്ല. ചിലർക്ക് ചെസ്റ്റ് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ചിലർക്ക് ചെസ്റ്റും ബസ്റ്റും എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത്. അത് ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഈ ഒരു ചെസ്റ്റും ബസ്റ്റും എടുക്കേണ്ടത്, അല്ലെങ്കിൽ ബസ്റ്റ് മാത്രം എടുക്കേണ്ടത്, അല്ലെങ്കിൽ ചെസ്റ്റ് മാത്രം എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ഫിഗർ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫിഗറിൽ അപ്പർ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ബസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, വെയ്സ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫിഗറിൽ അപ്പർ ചെസ്റ്റ് അഥവാ ചെസ്റ്റ് കേട്ടോ, പിന്നെ വെയ്സ്റ്റ്, പിന്നെ സീറ്റ്. ഇപ്പുറത്ത് സീറ്റ് ഉണ്ട്, ഞാനത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. വെയ്സ്റ്റ് താഴെ സീറ്റ് വരുവേ. അപ്പോൾ ഇത് ഫിഗർ എ, ഫിഗർ ബി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിഫറൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ചെസ്റ്റ് മാർക്ക് ചെയ്താലും നമുക്ക് പ്രോപ്പർ ഷേപ്പ് കിട്ടും. പക്ഷേ ചില ആൾക്കാർക്കാണ് ഇത് കറക്റ്റ് ഷേപ്പ് കിട്ടാതെ ചുരുക്കുകൾ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആ ഫിഗർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ബസ്റ്റും കൂടെ എടുക്കുന്നത്. മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ബസ്റ്റും കൂടെ എടുക്കുന്നത്. അപ്പോൾ നോർമൽ ആൾക്കാർ ഇപ്പോൾ ഫിഗർ ബി ആണ് ചെയ്യുക. കാരണം ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു എൻഡിലായിട്ട് നമ്മൾ ആം ഹോൾ വരച്ചിട്ട് ആം ഹോളിൻ്റെ എൻഡിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, അപ്പർ ചെസ്റ്റ് അഥവാ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വെയ്സ്റ്റ് കൊടുക്കും, അവിടുന്ന് സീറ്റ് കൊടുക്കും അല്ലേ. അങ്ങനെയാണ് നമ്മൾ കുർത്തി ചെയ്യാറുള്ളത്. എന്തായാലും ഒരു 80% ആൾക്കാരും ചിലപ്പോൾ ഫിഗർ ബി ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. അവരങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ എല്ലാവരും ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. കാരണം ബസ്റ്റ് എടുക്കുന്നവർ വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. അവർ ചെസ്റ്റ്, വെയ്സ്റ്റ്, സീറ്റ് ഇങ്ങനെയാണ് എടുത്തു പോവുക. ബസ്റ്റ് അവർ എടുക്കാറില്ല. അതാരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് സൈസ് കുറഞ്ഞ സൈസ് വരുന്നവരാണ് ഈ ഫിഗർ ബി ചൂസ് ചെയ്യുന്നത്. അവർക്കാണ് നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടുക. ബസ് സൈസ് ചെറിയ സൈസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഗർ ബിയിലൂടെ തന്നെ നമ്മുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ചുരുക്കുകൾ ഒന്നും ഉണ്ടാവത്തില്ല. ബസ്റ്റൊക്കെ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഫിഗർ എയിലേക്ക് വരുന്ന സമയത്ത് ബസ്റ്റും ചെസ്റ്റും നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ചെസ്റ്റ് ആൻഡ് ബസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 3 ഇഞ്ചിന് മുകളിലേക്കാണ് എന്നുണ്ടെങ്കിൽ 3 അല്ലെങ്കിൽ 3.5, 4 എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ, ഈ റേഞ്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ചെസ്റ്റും ബസ്റ്റും മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫിഗർ എയിൽ വരുന്ന രീതിയിലാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് പോകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കുകൾ ഉണ്ടാവും, ഒരു കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതായത് 3 ഇഞ്ചിൽ കൂടുതലാണ് നിങ്ങളുടെ ഡിഫറൻസ്, അതായത് ചെസ്റ്റ് ആൻഡ് ബസ്റ്റ് ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് പ്ലസ് 2 ഇഞ്ച് സീം എടുക്കുക. എന്നിട്ട് അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതാണ് നിങ്ങൾ ആം ഹോളിൻ്റെ എൻഡിലായിട്ട് അപ്പർ ചെസ്റ്റ് എന്നുള്ള പോർഷനിൽ മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ആ മാർക്ക് ചെയ്തതിന് താഴേക്ക് ഒരു 2.5 ഇഞ്ച് ഇറക്കിയിട്ട് അവിടെയാണ് നിങ്ങൾ ബസ്റ്റ് നിങ്ങളുടെ അളവ് കറക്റ്റായിട്ട് നോക്കുക. നിങ്ങളുടെ നെഞ്ചിന് മുകളിലൂടെ നമ്മളുടെ നിപ്പിൾ പോർഷൻ വരുന്ന ആ ഒരു പോർഷനിലൂടെ നിങ്ങൾ കറക്റ്റായിട്ട് ബസ്റ്റ് അളന്നിട്ട് അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെസ്റ്റിൽ നിന്ന് 2.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് വെയ്സ്റ്റ് മാർക്ക് ചെയ്യാം, പിന്നെ സീറ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫിഗർ എ എന്ന രീതിയിലായിരിക്കും നിങ്ങൾക്കപ്പോൾ ആ ഒരു ഫിഗർ കിട്ടുന്നത്. അതാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ആരൊക്കെയാണ് ചെസ്റ്റും ബസ്റ്റും എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമല്ലോ, അതായത് നമ്മുടെ ആം ഹോളിൻ്റെ താഴെയായിട്ട് നമ്മൾ മെഷർമെൻറ്റ് റൗണ്ടിൽ എടുക്കുമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചെസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ സീം ആഡ് ചെയ്തിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ
താഴത്തേക്കുള്ള ബസ്റ്റ് എടുക്കുമല്ലോ, ആ ബസ്റ്റിൻ്റെ ഡിഫറൻസ് ചെസ്റ്റിനെ അപേക്ഷിച്ച് 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ അങ്ങനെ വരുന്നവരാണ് ഈ ഒരു ഫിഗർ എ സെലക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? അവരാണ് ബസ്റ്റും ചെസ്റ്റും കറക്റ്റായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടുന്നില്ല എന്നുള്ളൊരാൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്റ്റും കൂടെ എടുക്കാം. ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്നില്ല, നിങ്ങൾക്ക് 3 ഡിഫറൻസ് വരുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റ് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഗർ എ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിലെ രഹസ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ബസ്റ്റ് ആൻഡ് ചെസ്റ്റ് ഡിഫറൻസ് ആണ് മെയിനായിട്ട് വരുന്ന ഇതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നല്ല ഷേപ്പിലും നല്ല കറക്റ്റായിട്ടുള്ള ഡ്രസ്സ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.